ഹലോ ഗീസ്, വെൽക്കം ബാക്ക് ടു വീഡിയോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല ഗീസ്, നമ്മുടെ ഗ്രൗണ്ട് ഒന്ന് സെറ്റാക്കി എടുക്കുക. കാരണം ഫുട്ബോൾ കളി നിരോധിച്ചേക്കുവായിരുന്നു ഗീസ് കഴിഞ്ഞ ഒരു മാസമായിട്ട്. കാര്യം എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ഗ്രൗണ്ടിൽ SSLCക്ക് പഠിക്കുന്നവരുണ്ട്, +2 പഠിക്കുന്നവരുണ്ട്. ഇവന്മാരെ എല്ലാം കൂടെ വന്ന് ഫുട്ബോൾ കളിച്ച് ശരിയാവത്തില്ലെന്ന് പറഞ്ഞ് ഫുട്ബോൾ കളിക്കാനുള്ള പോസ്റ്റ് അഹങ്കാരത്തിൻ്റെ പേരിൽ പിഴുത് കളഞ്ഞവൻ ഇന്നിവിടെ ഇല്ല, ദുബായി കയറി പോയേക്കുക. അങ്ങനെ വെക്കേഷൻ തുടങ്ങി. അപ്പോൾ അവർക്ക് ഫുട്ബോൾ കളിക്കാനുള്ള എല്ലാം സെറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് നേരെ ഗ്രൗണ്ടിൽ വന്നു. ഇപ്പം രാവിലെ എല്ലാ എണ്ണം വരാമെന്ന് പറഞ്ഞ് ഇപ്പോൾ ആകെ ഞാൻ 3 പിള്ളേരുണ്ട്. ഞങ്ങൾ 3 പേരോടാണ് ഈ സെറ്റ് ചെയ്യുന്നത്. ബാക്കി 2 അമ്മമാർ ഉത്സവത്തിനാന്ന് പറഞ്ഞാൽ അമ്മയുടെ വീട്ടിൽ പോയി. പിന്നെ ബാക്കിയുള്ളവന്മാരെ ഉറക്കവും കാര്യങ്ങളൊക്കെയാണ്, വരുമായിരിക്കല്ലാണ് അവിടെ. അപ്പം കഴിഞ്ഞൊരു മാസമായിട്ട് ഞാൻ പറഞ്ഞ തന്നെ ഈ ക്രിക്കറ്റ് കളിയാണ്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. നമ്മുടെ ആ സൈഡിൽ കിടക്കുന്ന സാധനമില്ലേ, അതാണ് പോസ്റ്റ്. ആ താഴെ കിടക്കുന്ന സാധനമില്ലേ, അതാണ് നമ്മുടെ ക്രോസ് ബാർ. നമ്മൾ കൗണ്ടി കളിക്കുമ്പോൾ അതാണ് നമ്മുടെ ബൗണ്ടറി. 6 കളിക്കുമ്പോൾ അതാ ബൗണ്ടറി. നമ്മൾ ഇവിടുന്ന് സ്ട്രെയിറ്റ് കണ്ടേ ഇങ്ങനെ വെക്കും. ഇപ്പം 2 അവന്മാർ വന്ന് നമ്മൾ പണി തുടങ്ങിയിട്ടുണ്ട്. 2 അല്ല 3 പേരോട് വന്ന് പണി തുടങ്ങിയിട്ടുണ്ട്. എങ്ങനെയും ഒക്കെ ഇന്ന് ഇത് കയറ്റണം, വൈകിട്ട് പിള്ളേർ കളിക്കാൻ വരുമെന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. കളി തുടങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ അത്യാവശ്യം നല്ല പിള്ളേരാണ് ഗീസ്. അത് കഴിഞ്ഞ് രാവിലെ ഇന്നലെ വൈകിട്ട് ക്രിക്കറ്റ് കളിച്ച സാധനങ്ങളെല്ലാം ഇതാ കിടക്കുന്നു. ഒരു ഉത്തരവാദിത്വം ഇല്ലാത്തവന്മാരാണ്. 2 ബാറ്റ്, സ്റ്റമ്പ്, ഓറഞ്ച് കളർ കിടന്ന ബോൾ. ഉത്തരവാദിത്വം ഇല്ലായ്മ അതൊരു കുറ്റമല്ലല്ലോ. ഒരു ചെറിയൊരു കമ്പനിയാണ് ഈ സ്റ്റാൻഡാമാര്. ഇപ്പൊ പുറേ രാജാവ് വരുന്നു. നമ്മുടെ മെയിൻ രാജാവ് എത്തിയിട്ടുണ്ട്. പൂച്ച പൂച്ചന് എന്റെ വണ്ടി ചെയ്യാൻ പറ്റും. കണ്ണന്റെ വണ്ടി മുട്ടയിലിരിക്കുന്നത്. മൂളാതെ നീ കൊണ്ടേ എന്റെ തന്തയാ കൊണ്ടേ. ആള് കൂടിയൊന്നും പറയത്തില്ല. ആളിതല്ല 2 അവന്മാര് അവിടെ പോയേക്കുക, ഉത്സവത്തിന് പോയേക്കുക. അത് അമ്പാടി നൈസായിട്ട് സ്കൂട്ട് ചെയ്താ. ആ വാഴ പറഞ്ഞില്ല, അവൻ ആദ്യം പറയുന്നറിയോ, വ്യാഴാഴ്ച നമുക്ക് കുടിക്കാന്ന. പിന്നെ ആണെന്ന് തോന്നുന്നു ആള് ഞാൻ അറിഞ്ഞ്. അയ്യോ, കഴിഞ്ഞ വട്ടത്തെ പോലെ അവിടെ ഇതിനാള് വരുവേ. ഇത് ചോദിച്ചിട്ടല്ലേ കിട്ടിയേ. അയ്യോ, മുള കഴിഞ്ഞ വട്ടം 2 അടക്കം ഉണ്ടെന്ന്. 2 പേരെ വെളിയിൽ നിർത്തി മുള വലിച്ച് റോളോട് എടുക്കും. ഞാൻ നോക്കിയ പൂച്ച മാത്രം നിന്ന്. പൂച്ച ഇങ്ങനെയൊക്കെ മുളയില്. അമ്രു നാട് വിട്ടല്ലോ. കടയിൽ കയറി അവൻ ഐഫോൺ എടുക്കാൻ വേണ്ടി കടയിൽ കയറിയത്. അതാ കഴിഞ്ഞ വട്ടം ഇവിടെ പോസ്റ്റ് കൊണ്ടിട്ട് 2-ാമത്തെ ദിവസം വീട്ടിൽ ആള് വന്ന്. അയ്യോ, എന്തൊക്കെ പറഞ്ഞാ സെറ്റ് ചെയ്യുന്നറിയോ. അടക്കേട് ഇത്രയും ഭാഗത്ത് പോണ്ട്. ഞാൻ പറഞ്ഞടാ, ഇവന്മാരൊരു മര്യാദയുള്ളവനാണ്. അടക്ക അടിയെന്ന് പറഞ്ഞിട്ടുണ്ടായോ. ഇവന്റെ സൗകര്യത്തിന് മണ്ടയ്ക്കൊന്നും കിട്ടി. അങ്ങേര് വന്ന് നോക്കിയപ്പോ അടക്കയുടെ പകുതിക്ക് ഇരിക്കുന്നു. അടുത്ത ദിവസം അങ്ങേര് വന്ന് നോക്കി. അതല്ലേ പറയുന്നത്. അങ്ങേര് വന്ന് നോക്കിയപ്പോഴേ അങ്ങേര് അടുത്ത ദിവസം നോക്കാൻ ചെന്നപ്പോ ഇത്രേ ഉള്ളു. അങ്ങേര് അറിയത്തില്ല. അങ്ങേര് നോക്കിയപ്പോ ആരോ വെട്ടിക്കൊണ്ട് പോയ പാടുമെല്ലാം നിൽക്കുന്നു. ഈ കഴിവർ ഇവിടെ നോക്കി, ഇവിടെ 2 പോസ്റ്റ്. നേരെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി കംപ്ലൈന്റ് കൊടുത്തു. അനന്താണല്ലോടെ ഇയാളെ വിളിച്ച് എന്റെ ഫോണിൽ വിളിച്ചു. ഇയാളെ എടുത്തിട്ട് എനിക്ക് തോന്നുന്നു ആദ്യമൊക്കെ വെട്ടിയെന്ന്. നേരെ ആദ്യയുടെ വീട്ടില്. അയ്യോ, ഭയങ്കര വിറ്റായിരുന്നു. മെമ്പറുടെ മോൻ, ഇളയ മോൻ അമ്പാടിയും ഇവന്മാര് എന്തുകൂടെ പറഞ്ഞ എന്താടാ വിളിച്ചതാ. എല്ലാം അനന്തരണ്ണനാ കളിക്കാൻ. ഇവൻ വിചാരിച്ചൊന്നുമില്ല കളിക്കാൻ വല്ലതും വരാനായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഇയാളങ്ങ് പറഞ്ഞു. അടുത്ത ദിവസം ഉണ്ട് എന്നെ അരവിന്ദ് വിളിക്കുന്നു. പിന്നെ 2ാമത് പിന്നെ പോയി. അയ്യോ, എന്തൊക്കെയാന്ന് വെച്ചാൽ പോലീസ് അന്ന് ഇവിടെ ചോദ്യം ചെയ്യാൻ വന്നു. അവര് ഫുട്ബോളൊക്കെ കളിച്ചിട്ട് പോയി. അന്ന് എല്ലാം എണ്ണം ഉണ്ടായിരുന്നു. അന്ന് നന്ദൻ ആദ്യമായിട്ട് കളിക്കാൻ വന്നു. പോലീസിനെ കണ്ടപ്പോ അങ്ങനെ വിറച്ചും പോയി. അവര് പേടിയുള്ളത് വേറെ ചില കാര്യങ്ങളൊക്കെ. രാത്രി ഒറ്റ ഇവരുടെ കളിക്ക് ഒരു പ്ലാവുള്ള ഇവരുടെ ആ പ്ലാവ് വരെ നടക്കും.
പിന്നെ മലപ്പുറത്ത് മുക്ക് വരെ ഓടും. ഭയങ്കര പേടി ഓടും. ഇയാള് വീട്ടിൽ കിടക്കത്തില്ലായിരുന്നു, ഇയാൾ ഞങ്ങളുടെ വീട്ടിലായിരുന്നു കുറച്ചാള്. ചോദിച്ചാ പറയാ എന്താ കലാതരം വരുമെന്ന്. അത് എന്ത് കളിക്കുന്ന നില കണ്ട് കുഴിയെടുത്തേ. വീഡിയോ അങ്ങോട്ട് ഓണാക്കാം, ആദ്യം പറഞ്ഞു നിൽക്കും. താഴോട്ട് പോകുന്നില്ല, കമ്പിപ്പാല പാതി കഴിക്ക് നിൽക്കുക. നമ്മുടെ കുഴിയെടുപ്പ് പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും ഫസ്റ്റ് പോസ്റ്റ് പിടിക്കാം കൈസ്. കുറച്ച് അമ്മമാരോട് ഉണ്ടായിരുന്നു, അമ്മമാര് ഇപ്പൊ വരാന്ന് പറഞ്ഞ് പോയതാ, ഇതുവരെ പിന്നെ കണ്ടില്ല. ഇപ്പൊ ഞാനും ഉണ്ട്, പൂച്ചനും ഉണ്ട്. പൂച്ചൻ ഈ വട്ടം മുളയാണ്. കഴിഞ്ഞ വട്ടം നമ്മൾ ഇട്ടത് അടക്കിയാണ്, ഈ വട്ടം മുള. ഹൈറ്റ് ഇത്ര മതിന്നല്ലേ പറഞ്ഞേ? ഹൈറ്റ് അത് മതി, സൈസ് ചെറിയ പോസ്റ്റല്ലേ. ആ വെട്ടത്തിണ്ട് ചോദിച്ചാ ഇങ്ങോട്ടായിരുന്നു ഇട്ടേ. അതാ ഞാനിങ്ങനെ ആലോചിച്ചേ, കറക്റ്റ് ജയിക്കാം, അല്ല അടി കുറച്ച് മണ്ണം കിട്ടണം. എല്ലാം അഡ്ജസ്റ്റ് ചെയ്യാനാണ് നമ്മൾ പരിപാടി. നീ എന്റെ ഫോൺ കുറച്ച് പാർക്കലോടെ കൊണ്ടുവരാൻ പറയാം. അത് കട്ട് ചെയ്തിട്ട് വിളിച്ചു കുറച്ച് പാർക്കലോടെ കൊണ്ടുവരാം. അപ്പോൾ നമ്മൾ ഒരു സൈഡിലെ കമ്പിപ്പാര വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്, ഒരു സൈഡിൽ നമ്മൾ ഉറപ്പിച്ചിട്ടുണ്ട്. ഇനി അടുത്ത സൈഡിൽ സെറ്റ് ചെയ്യാൻ പോയി. അടിക്കുക. അതങ്ങനെ കേട്ടോ, അങ്ങനെ ഈ ഒരു സൈഡ് നമ്മൾ സെറ്റ് ചെയ്ത് ഈ സൈഡിലെ ക്രോസ് ബാർ അല്ല പോസ്റ്റ് സെറ്റ്. ഈ അപ്പുറം സൈഡ് ഉണ്ടോ ഒരു കുറ്റി നട്ട് വെച്ചിരുന്നുണ്ടോ, ഭയങ്കര വിലവിടെ നിൽക്കാൻ പറ്റുന്നില്ല. ഇപ്പം ഇനിയും അടുത്ത കുഴിക്കകത്ത് വെള്ളം ഒഴിച്ച് അത് ഉണങ്ങാൻ വേണ്ടി എന്ന് വെച്ചാൽ വെള്ളം വറ്റാൻ വേണ്ടി നിൽക്കുകയാണ്. ഒരു 10 മിനിറ്റ് റെസ്റ്റ്. ഞാനുണ്ട്, അവിടെ ഇരിക്കുന്ന പൂച്ചയുണ്ട്. അവനെ കൊണ്ടെല്ലാം പോകാൻ ഫുഡ് എല്ലാം അടിക്കാൻ പോകണം. വീട്ടിൽ ഇന്നാണ് നോക്കട്ടെ, വീട്ടിലൊന്നും ഇല്ലെങ്കിൽ നമുക്ക് പോകാം. എന്തായാലും ഫുഡ് കഴിച്ചിട്ട് വന്ന് ബാക്കി പണി നോക്കാം. നമ്മളിത് ചെയ്യുന്നത് ഇപ്പോൾ ചിലർ വിചാരിക്കടാ നിനക്ക് വട്ടാണോ, പിള്ളേർ ചെയ്യത്തില്ല എന്നൊക്കെ വിചാരിക്കും. പക്ഷെ അതിൽ കാര്യമില്ല. ഈ കാര്യം എന്ന് പറയുകയാണെങ്കിൽ നമ്മളാണ് ഇത് പിഴുത് കളഞ്ഞത്. ക്രിക്കറ്റ് കളിക്കുക എന്ന് പറഞ്ഞ് പിഴുത് കളഞ്ഞ നമ്മളാണ്. ക്രിക്കറ്റ് കളിക്കുക എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, ഈ വീട്ടുകാരെല്ലാം ഭയങ്കര വിഷയം. ഇവിടെ ഫുട്ബോൾ കളിച്ച് പിള്ളേരുടെ കയ്യോ കാലോ ഒടിഞ്ഞ പിന്നെ അത് മതി. കാരണം എനിക്ക് ഏത് പരീക്ഷ വന്നാലും ഫുട്ബോൾ കളിച്ച് എൻ്റെ കൈ അല്ലെങ്കിൽ എൻ്റെ കാല് എന്തെങ്കിലുമൊക്കെ പരിപാടിയായി. പരീക്ഷ സമയത്ത് എന്തെങ്കിലും ഒരു വള്ളി വരും. അതുകൊണ്ടാണ് മെയിനായിട്ട് ഞങ്ങൾ ഇത് എടുത്ത് മാറ്റിയിട്ട് ക്രിക്കറ്റ് ആക്കിയത്. ക്രിക്കറ്റ് ആകുമ്പം വലിയ റിസ്ക് വരത്തില്ല, അതും കൗണ്ട് ചെയ്യാം, വലിയ റിസ്ക് വരത്തില്ല. അത് അപ്പം ഞാൻ പറഞ്ഞ പൊളിച്ച് കളയണ്ടാടാ, അത് അവിടെ ഇരിക്കട്ടെ, ഫുട്ബോൾ പന്ത് മാറ്റി വെച്ചാൽ മതി. ഒക്കത്തില്ല, അത് പൊളിച്ചേ ഒക്കത്തുള്ളൂ. അത് പൊളിച്ച് പക്ക വിറ്റാ അത് ഭയങ്കര കേസൊക്കെ സീനാണ്. അത് അടയ്ക്ക നമ്മൾ പോയി വെട്ടി, അടയ്ക്ക വെട്ടിയത് ആദ്യം കുറെ പേരെ അടയ്ക്ക വെട്ടി വിറ്റെന്ന് വെച്ചാൽ ആരോടും ചോദിച്ചൊന്നുമില്ല. ഈ സമയം ഞാൻ പറഞ്ഞ് ഇവിടെ നമ്മുടെ വസ്തുവിൽ പറഞ്ഞ ഇപ്പോൾ ഉണ്ടായിരുന്നു, ഞങ്ങളുടെ വസ്തുവിൽ ഒരു അടയ്ക്കൊക്കെ ഉണ്ട്. അപ്പം ഞാൻ അവനോട് പറയടാ നമ്മുടെ വസ്തുവിൽ ഒരു അടയ്ക്കൊക്കെ ഉണ്ട്, അത് എടുക്കാൻ പറഞ്ഞു. അവൻ എൻ്റെ നമ്മുടെ വസ്തുവിന് വരെ വേറെ വസ്തുവിൽ പോയി ചോദിച്ചതും പറഞ്ഞില്ല. അടയ്ക്ക നല്ലതാണ് മണ്ട പോയെന്ന് അവന്മാർ പറയുന്നത്. പക്ഷെ പുള്ളി പറയുന്നത് അടയ്ക്ക കിളിച്ചു വരുന്നതൊക്കെ പുള്ളി പറഞ്ഞു. അവന്മാരടിയിന്ന് പോയി വെട്ടിക്കൊണ്ട് വന്നു. ഭയങ്കര സീനായി. അടുത്ത ദിവസം പോലീസ് പറ്റിയത് മറിച്ചത് അങ്ങനെയുണ്ട് കേസ് കൊടുത്ത്. അങ്ങനെ നമ്മൾ അതിൻ്റെ പുറകെ കുറേ നടന്നേ. അതിലൊരു ഓർമ്മകളാണ്. അന്നും ഞാൻ മാത്രമേ ഉള്ളായിരുന്നു, ഇവന്മാരെല്ലാം കേൾപ്പിച്ചു. ഞാൻ സീരിയസിൽ പറയാം, നമ്മളിവിടെ കളിച്ചു തുടങ്ങിയ എല്ലാ എണ്ണവും പോയി. എല്ലാവരും പോയി. ഞാൻ മാത്രമേ ഉള്ളൂ. പറഞ്ഞു വരുമ്പോൾ എൻ്റെ പ്രായത്തിലുള്ള ഞാൻ മാത്രമേ ഉള്ളൂ. ഞാനും അപ്പുണ്ട്. ഇടയ്ക്ക് ഇപ്പോൾ ബുള്ളറ്റ് ലാസ്റ്റ് എടുത്ത് വന്നില്ലേ, അവനിപ്പോൾ കടയിലോട്ട് പോയി, കട വയ്ക്കണ്ടേ. അപ്പോൾ അവൻ കടയിലോട്ട് പോയി. ഞങ്ങൾ രണ്ട് ബിടെക് എടുത്ത് ഇങ്ങനെ ഇരിക്കുക. അവനും ബിടെക്, ഞാനും ബിടെക്. ഈ തട്ടം ഇറങ്ങും, എന്തെങ്കിലുമൊക്കെ പണിക്ക് പോവാം. നമുക്ക് ആവുന്ന സമയം എൻജോയ് ചെയ്യണം. കാര്യമായിട്ട് പറയാം,
പിന്നെ ഈ സമയമൊന്നും തിരിച്ചു കിട്ടത്തില്ല. ഇതൊക്കെ വിചാരിച്ചങ്ങ് ഇറങ്ങും ഗൈസ്. കണ്ടു വിയർത്ത് ഒലിച്ച് ഞാൻ ഇന്നത്തേക്കുള്ള ഫുൾ എക്സസൈസ് ആയിട്ടുണ്ട്. ബാക്കി പണി ചെയ്യാൻ വയ്യ. അമ്മാതിരി വെയിലുണ്ട് അവിടെ. അമ്മാതിരി വെയിൽ. അപ്പുറത്ത് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ സെറ്റ് ചെയ്യണം. ബാക്കി അമ്മമാർ സെറ്റ് ചെയ്യും. നമുക്ക് വരത്തുള്ളൂ. വെയിലെന്ന് വെച്ചാൽ അമ്മാതിരി ഇല്ല. അമ്മമാരിനും വൈകിട്ട് ഒന്ന് ബാക്കി ചെയ്തോളാം പറഞ്ഞു. വിളിച്ച് പറയാൻ മാറി ഞങ്ങൾ ഇവിടെ ഇല്ല, വൈകിട്ട് ഒന്ന് സെറ്റ് ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞ് വിളിച്ച്. അപ്പോൾ വൈകിട്ട് ഒന്ന് അമ്മമാർ ബാക്കി കാര്യം സെറ്റ് ചെയ്തോളൂ. ഇനി ഇവിടെ കുറച്ച് ചില പണിയുണ്ട് ഗൈസ്. അടി കുഴി ഉണ്ടോ? കല്ലട കുഴിയാണ് കുഴി. ഇനി ഇവിടെ സെറ്റ് അടിക്കണം. സെറ്റ് ചെയ്യാൻ നമ്മുടെ ദുബായിക്കാർ ഫണ്ട് തരാമെന്നാണ് പറഞ്ഞത്. അച്ചു, ജിഷ്ണു, അതുപോലെ തന്നെ ഹരി ഇപ്പം കയറിപ്പോയില്ല, അത് കുഴപ്പമില്ല. അപ്പോൾ ഇവന്മാർ മൂന്നുകൂടെ വല മേടിക്കാൻ പിള്ളേർക്ക് പൈസ കൊടുക്കണം. ഞാനാണ് ഇവിടെ പോസ്റ്റ്, ഞാനും അപ്പവും വന്നാണ് ഇവിടെ പോസ്റ്റ്. അപ്പുറത്ത് പോസ്റ്റ് തെറ്റിട്ടുണ്ട്. നമുക്ക് ഇപ്പം പഠിക്കുന്നുള്ളതുകൊണ്ട് പൈസ കാര്യങ്ങളൊന്നുമില്ല. അപ്പം ആ വീഡിയോ കൂടെ പറഞ്ഞിട്ടുണ്ട് എടുത്ത് കൊടുത്തോണം കേട്ടോ. ഞാനിനി പേഴ്സണലി പറയത്തൊന്നുമില്ല, മേടിച്ച് കൊടുത്തോണം പിള്ളേർ. അപ്പം നമ്മൾ വൈകിട്ട് വന്ന് പണിയെല്ലാം കഴിഞ്ഞ് വൈകിട്ട് വന്നതാ. പോസ്റ്റാന്മാരിട്ടുണ്ട്. അപ്പുറത്തെ രണ്ടെണ്ണം ഇട്ടായിരുന്നു, ഇപ്പുറത്തെ രണ്ടെണ്ണം അവന്മാർ ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം ഇട്ട് ഏറ്റവും ലാസ്റ്റാണ് ഈ മരുന്നാണ് പറയുന്നത്. കളിക്കാൻ ഇപ്പോൾ ഫുട്ബോളില്ല, ഫുട്ബോൾ കൂട്ടിയിരിക്കുകയായിരുന്നു. അപ്പോൾ ഇപ്പം നേരെ നമ്മൾ മാറ്റി ക്രിക്കറ്റിലോട്ട് പറയുന്നുണ്ട്. നമ്മുടെ ആ ഗ്രൗണ്ടെല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ഗ്രൗണ്ടെല്ലാം സെറ്റായി. ഇനിയും എന്തായാലും നാളെ മറ്റന്നാളായിട്ട് ഫുട്ബോൾ മേടിക്കണം. അങ്ങനെ കളി നമ്മൾ വീണ്ടും ഫുട്ബോളിലോട്ട് മാറുകയാണ്. അപ്പോൾ നമ്മളെ ഈ സക്സസ് ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വേറൊരു വീഡിയോ കാണാം. ഓക്കെ ബൈ.